ഹായ് എവരിവൺ. അപ്പം നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുവാണ്. ഇന്നാണ് അഡ്മിറ്റ്. അപ്പോൾ നമ്മളെല്ലാം ബാഗും കാര്യങ്ങളും കുട്ടിക്കുള്ള കാര്യങ്ങളും എല്ലാ സംഭവങ്ങളും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ബാഗൊക്കെ ഇട്ട് സെറ്റായിട്ട് സ്കൂളിൽ പോകുന്ന കണക്ക് എല്ലാം റെഡി ആയിട്ട് നിൽക്കുകയാണ്. എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം നമ്മൾ കാറിലേക്ക് നോക്കും. നല്ല സൂപ്പർ റഹ്മത്തിന്റെ മഴയൊക്കെ പെയ്യുന്നുണ്ട്. വണ്ടി ഇവിടെ കിടപ്പുണ്ട്. നമ്മൾ വണ്ടിയിൽ സാധനങ്ങൾ കയറ്റാൻ പോവുകയാണ്. അപ്പോൾ ഒരേ ക്ലിപ്പായിട്ട് നമ്മൾ കാണിച്ചു തരാം. എന്തായാലും ഹോസ്പിറ്റലിൽ ഇന്നത്തെ ഒരു ദിവസത്തെ ഫുൾ വീഡിയോ നമ്മൾ കാണിക്കും. ഓക്കെ, അപ്പോൾ സാധനങ്ങളൊക്കെ കയറ്റാം. അപ്പോൾ കാറിലേക്ക് സാധനങ്ങൾ കയറ്റുവാണ്. ദുബായും കൊണ്ട് കയറ്റിക്കൂ. ഷിയാടെ കൊടുത്താൽ മതി. എല്ലാവരും ദുആ ചെയ്യണം കേട്ടോ. ഞാൻ ഭയങ്കര ടെൻഷനിലൊക്കെയാണ്. നല്ല മഴ പെയ്യുന്നുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമൊക്കെ ദുആക്ക് ഭയങ്കര സന്തോഷമാണ്. വീട്ടിലെ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. വേഗം എനിക്ക് കാറിലിരിക്കണമെങ്കിൽ തലങ്ങണി വേണം. ഒരു പില്ലോ ഇത് ഫ്രണ്ടിൽ വെച്ചു. അപ്പോൾ നമ്മൾ വണ്ടിക്കകത്ത് മൊത്തം സാധനങ്ങളൊക്കെ കയറ്റി ഫില്ലാക്കിയിരിക്കുകയാണ്. ഇനി നമുക്ക് നേരെ ഡിക്കി അടക്കാം. ഡിക്കിയൊക്കെ അടച്ച് സാധനങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വണ്ടി കാറ് കഴുകിയിട്ടാണ്, പക്ഷേ മഴ പെയ്തപ്പോൾ വീണ്ടും കുളമായി. അലങ്ങണിയൊക്കെ ഇട്ടേക്കാണ് ജിച്ചാക്കി ഇരിക്കാൻ വേണ്ടി. അപ്പോൾ ഇത് അവരൊക്കെ ഇറങ്ങുകയാണ്. ശരിയാണെങ്കിലും ഉള്ളിൽ പടപട വടക്കുകയാണ് കേട്ടോ. നല്ലൊരു അന്തരീക്ഷം. റഹ്മത്തിൻ്റെയും ബർക്കത്തിൻ്റെയും ഹർക്കത്തിൻ്റെയൊക്കെ മഴ പെയ്യുന്നുണ്ട്. നമ്മൾ ലാസ്റ്റ് ഇറങ്ങുവാണ്. എല്ലാം സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാവരും കയറിയിട്ടുണ്ട്. വീട് ക്ലോസ് ചെയ്യാണ്. രണ്ട് മൂന്ന് പള്ളികളിലൊക്കെ ഒന്ന് കയറിയിട്ടാണ് പോകുന്നത്. ഒരു ശുഭകാര്യത്തിന് പോകല്ലേ. അതെന്തായാലും നമുക്ക് പോകാം. നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി എടുത്ത് ഇറങ്ങുവാണ്. ഇനി ഫോൺ ഞാൻ കൈമാറുകയാണ്. ഇവിടെ വല്ലയും ദുബായും ഒക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ സക്കറിയ ബസാർ എത്തിയിട്ടുണ്ട്. സക്കറിയ ബസാറിൽ നിന്ന് നമ്മൾ നേരെ ഇവിടെ ഒരു പള്ളിയുണ്ട്. നമ്മുടെ പള്ളി എത്തിയിട്ടുണ്ട്. നമ്മുടെ മഹാപള്ളി. ഇവിടെ നമുക്ക് നേർച്ചിടാം. നമ്മുടെ മുത്തലങ്ങടെ പള്ളിൻ്റെ അവിടെ വന്നിക്കുവാണ്. പിന്നെ നമ്മൾ മുത്തലാങ്ങയുടെ പള്ളിയിൽ നിന്ന് നേരെ ഇറങ്ങി അങ്ങോട്ട് പോയത് നമ്മുടെ പാണ്ടിത്തൈക്കാവുണ്ട്. ഈ പള്ളീൻ്റെ പുറകിൽ തന്നെ നമ്മുടെ എല്ലാ ആലപ്പുഴക്കാർക്കറിയാം ജൂബിലി റോഡിലുള്ള പള്ളിയാണ്. ഇതാണ് നമ്മുടെ പാണ്ടിത്തൈക്കാവ്. അവിടെ നിന്ന് നേരെ നമ്മൾ പോയത് കുട്ടികളുടെയൊക്കെ സ്പെഷ്യലായിട്ടുള്ള ഒരു പള്ളിയാണ്. വാവാ തൈക്കാവെന്നും പറയുന്നുണ്ട്. അതിന് ചിലർ വാവാ തൈക്കാവെന്നും പറയുന്നുണ്ട്. അതിൻ്റെ കറക്റ്റായിട്ടുള്ള പേര് എനിക്കറിയത്തില്ല, പക്ഷേ കുട്ടികളുടെ ഒരു പള്ളിയാണെന്ന് എനിക്കറിയാം. അത് അവിടെയും കൂടെ കയറിയിട്ടാണ് നമ്മൾ നേരെ പോകുന്നത്. എണ്ണ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് എടുക്കാൻ പറ്റില്ല. പമ്പിൽ എടുക്കാൻ പറ്റില്ല. ഇടക്കിടക്ക് മറന്നു പോകുന്നു വീഡിയോ ഒക്കെ എടുത്ത്.
ഒരുപാട് ലേറ്റ് ആയിട്ടാണ് പോകുന്നത്. നമ്മൾ കാക്കാഴം പാലം എത്തിയിട്ടുണ്ട്. കാക്കാഴം പാലം മഴ പെയ്യുന്നുണ്ടോ? എന്താണെന്ന് അറിയത്തില്ല. നല്ല മഴ രാവിലെ മുതൽ. അതെ, അമ്പലപ്പുഴയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അമ്പലപ്പുഴ കട്ട് ചെയ്തല്ല. ഇവിടെ നിന്ന് നേരെ കാണുന്നതാണ് അമ്പലപ്പുഴ അമ്പലം. ഇതാണ് അമ്പലപ്പുഴ അമ്പലം. കണ്ടോ? തകഴിയായി. ഞങ്ങൾ തകഴിയിലൊരു പാലം കയറിയിട്ടുണ്ട്. ഏത് പാലമാണെന്ന് അറിയത്തില്ല. തകഴിപ്പാലം ആണെന്ന് തോന്നുന്നു. നമ്മള് തകഴിപ്പാലം എന്ന് പേരിട്ട്. അപ്പൊ നമ്മള് തകഴി വരെ എത്തിയിട്ടുണ്ട്. നല്ല നല്ല ഇതല്ലേ, നല്ല സീനറി, വെയിലൊന്നും ഇല്ലാണ്ട് നല്ല അന്തരീക്ഷം, നല്ല അന്തരീക്ഷം, നല്ല ക്ലൈമറ്റ്, എല്ലാം സൂപ്പറാണ്. ഇനിയും കിടക്കുന്നു ഒരുപാട് ദൂരം. അതെ ഗൈസ്, നമ്മൾ ഒരാഴ്ചക്ക് മുമ്പ് വന്നപ്പോൾ ഇവിടെ ഉണങ്ങി കിടന്നിരുന്ന പാടമാണ്. ഇത് ഇപ്പൊ പച്ച പിടിച്ചു അടിപൊളിയായിട്ട്. അന്ന് ഉണങ്ങി കിടക്കുമായിരുന്നു. ഇപ്പൊ കണ്ട അതെ, ഇപ്പൊ മുളച്ച്. എനിക്ക് തോന്നുന്നു അന്ന് വിത്ത് വിതച്ചിട്ടിരിക്കുവായിരുന്നു തോന്നുന്നു. നല്ല അന്തരീക്ഷം, നല്ല ക്ലൈമറ്റ്. അപ്പൊ ദേ നമ്മള് എത്താറായിട്ടുണ്ട് പരുമല. ഇപ്പൊ ഏതോ ഒരു പാലം കഴിഞ്ഞിട്ടുണ്ട്. പരുമല എത്താറായിട്ടുണ്ട്. ഏകദേശം ഒരു 5-6 കിലോമീറ്റർ കൂടെ കഴിഞ്ഞാൽ നമ്മൾ അവിടെ എത്തും. നമ്മൾ പരുമല പാലം എത്തിയിട്ടുണ്ട്. പരുമല എത്താറായിട്ടുണ്ട്. 1 കിലോമീറ്റർ പരുമല പാലം. അപ്പൊ നമ്മൾ ഇവിടെ നിന്നെങ്ങാനും ഒരു ചായ കുടിച്ചിട്ട് പോകാന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ നമുക്ക് എനിക്കാണെങ്കിൽ ഭയങ്കര ക്ഷീണം. അപ്പൊ നമ്മള് ഒരു ചായ കുടിക്കാം എന്ന് വിചാരിക്കുന്നു. ഇവിടെ നമ്മുടെ പരുമല പള്ളി. അപ്പൊ ഇവിടെ പെരുന്നാളായിരുന്നു. പരുമല പള്ളിയിൽ പെരുന്നാളായിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം വന്നപ്പം പെരുന്നാൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ പെരുന്നാളൊക്കെ കഴിഞ്ഞ് കടകളൊക്കെ എല്ലാം അയച്ചോണ്ട് പോയി. അന്ന് വന്നപ്പോ ഇഷ്ടംപോലെ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ എല്ലാം അയച്ചോണ്ടും പോയി. ഇപ്പം നല്ല പ്ലെയിൻ ആയിട്ട് കിടക്കുന്നു. പ്രത്യാശയാണ് പരുമല. ആളും ആരും കഴിഞ്ഞു. ഇനി ഇതേ നമ്മള് ഹോസ്പിറ്റലിന്റെ വാതിക്ക് എത്തിയിട്ടുണ്ട്. ഹോസ്പിറ്റലിന്റെ പെരുന്നാളായിരുന്നല്ലേ ഹോസ്പിറ്റല്. ഇതാ ഹോസ്പിറ്റല് വേണ്ട കേട്ടാ. അപ്പൊ നമ്മള് പരുമല ഹോസ്പിറ്റൽ എത്തിയിട്ടുണ്ട്. ഇതാണ് പരുമല ഹോസ്പിറ്റൽ. അപ്പൊ നമുക്കൊരു ചായ കുടിച്ചിട്ട് ഹോസ്പിറ്റലിലോട്ട് കയറാം. ഇതാണ് ഹോസ്പിറ്റൽ. അപ്പൊ നമ്മള് ഒരു ചായക്കട കണ്ടിട്ടുണ്ട് നമ്മുടെ ഹോസ്പിറ്റലിന്റെ അടുത്ത് തന്നെ. അപ്പൊ അവിടെ ഇറങ്ങിയിട്ട് നമുക്കിത് ഉറക്കമായിരുന്നു. നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. വെച്ച കാറിൽ നിന്ന് ഇറങ്ങുകയാണ്. നമ്മൾ ഹോസ്പിറ്റലിൻ്റെ വാതിക്കൽ തന്നെയാണ്. ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെയാണ്. നമ്മൾ ചിലപ്പോൾ ഓളിയൊക്കെ കുറവായിരിക്കും. കാരണം നമ്മൾ മൈക്കൊന്നും എടുത്തിട്ടില്ല. കാര്യം ചിലപ്പോൾ നമുക്ക് മൈക്ക് ഇടയ്ക്ക് ചെറിയൊരു ഇഷ്യൂ ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പം നമ്മൾ വെറുതെ എടുത്തിട്ട് വീഡിയോസൊക്കെ വെറുതെ സംസാരിക്കുന്നതൊക്കെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മടുപ്പല്ലേ. അത് കാരണം മൈക്കൊന്നും എടുത്തിട്ടില്ല. നേരെ നോർമലായിട്ട് വീഡിയോ എടുക്കുകയാണ്. എല്ലാവർക്കും കേൾക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അല്ലേ. ഇതാണ് നമ്മൾ ചായ കുടിക്കുകയാണ് ചായക്കട. അപ്പോൾ അതേ ഒരു ചായയും കടികളൊക്കെ പറഞ്ഞു. സവാള ബോണ്ട, പരിപ്പോട, വിത്തൗട്ട് ചായയും മധുരമുള്ള ഉണ്ട്. ഞാൻ ഒരു ഉള്ളിയോടെ പറഞ്ഞു.
നല്ല തിരക്കൊക്കെയുള്ള കടയാട്ടോ, നല്ലൊരു കടയാണ് ഈ കട. അപ്പം ചായ കുടിച്ചിട്ട് വരാം നമ്മൾ. ഓക്കെ, ഒരു ഉണ്ടയുടെ വീഡിയോ ഇട്ടതാ പണിയായത്. ഒരു ഉണ്ട കൊള്ളാം. അപ്പം നമ്മൾ ചായയൊക്കെ കുടിച്ച് ഹോസ്പിറ്റലിൽ എത്തിയിട്ട് വേണം. ഓക്കെ, സമയമില്ല. അപ്പോൾ അത് ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ നേരെ റിട്ടേൺ കാറിലോട്ട് വരികയാണ്. പേടി ഡൗൺ, കൂൾ ഡൗൺ, കൂൾ ഡൗൺ. അപ്പോൾ കാറിനകത്തോട്ട് കയറാൻ പോകുന്നത്. ആൾക്ക് പേടിയുണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല. പിന്നെ നമ്മളിങ്ങനെ ഒന്നും പറയാണ്ടിരിക്കുന്നതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ പേടിച്ച് വരുന്നുണ്ട്, സീനാകും. എന്തായാലും നേരെ ഹോസ്പിറ്റലിലോട്ട് പോട്ടെ. സമയം ഒരുപാടായി. നമ്മൾ ഒരു 3 മണിക്കൊക്കെ എത്തണമെന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ ലേറ്റ് ആയിട്ടിരിക്കുകയാണ്. ഹോസ്പിറ്റലിലോട്ട് കയറട്ടെ. അപ്പോൾ അതേ വന്നപ്പോൾ ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കണം നമുക്ക് കയറുമ്പോൾ തന്നെ. അപ്പോൾ അതേ നമ്മൾ റൂമിനകത്തോട്ട് വന്നിട്ടുണ്ട്. അപ്പം ഹോസ്പിറ്റലിനകത്തൊക്കെ ചെറുതായിട്ട് വീഡിയോയ്ക്ക് എടുക്കുന്ന വിഷയമായതുകൊണ്ട് ചെറിയ ചെറിയ ക്ലിപ്പൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട്. കണ്ടത് ഇവിടെ കൊണ്ടിരുത്തിയിട്ടുണ്ട്. നമ്മൾ അവിടെ കട്ടിൽ. നമുക്കിവിടെ സുന്ദരമായ അന്തരീക്ഷമൊക്കെ കണ്ടുണ്ട്. എൻ്റെ കട്ടിലും ജിച്ചാൻ്റെ കട്ടിലും ഇവിടെ എല്ലാവരും ഇരിപ്പുണ്ടാണ്. ഇതുവാ എങ്ങനെയുണ്ട് ആശുപത്രി? ആ, കൊള്ളാം. ഓരോരോ രംഗങ്ങളായിട്ട് കാണിച്ചു തരാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ വലിച്ചു നീട്ടി ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. എല്ലാവർക്കും നല്ല രീതിയിൽ കാണണ്ടില്ല. അതുകൊണ്ട് ചെറിയ ചെറിയ ക്ലിപ്പ് ഇടുന്നുള്ളൂ. അപ്പം അടുത്ത ഇതിൽ കാണാം. ഇതേ അപ്പം നമ്മളെല്ലാവരും കൂടെ ഹോസ്പിറ്റലിനകത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഡോക്ടർ വരാനുണ്ട്. ഡോക്ടർ വന്നിട്ട് ഇനി കുറച്ച് ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ടിങ് 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 ടിങ്. ഡോക്ടർ വന്നു കഴിയുമ്പം സെറ്റാവും. വേണ്ട അടുത്ത കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടി പറഞ്ഞു തരും. കൊള്ളാം, റൂമും കാര്യങ്ങളൊക്കെ കൊള്ളാം, അടിപൊളിയാണ്. കണ്ട നമുക്കിവിടെ നിന്ന് താഴെയൊക്കെ കാണാൻ പറ്റും. കാറൊക്കെ കാണാൻ പറ്റും. ഒത്തിരി കാറൊക്കെ കിടക്കും. കൊള്ളാം, ഒരു സമാധാന ഒരു അന്തരീക്ഷമാണ്. നമ്മളാ വേണ്ട വെറുതെ എന്തിനാ. അപ്പോൾ അതേ ഡോക്ടർമാരൊക്കെ വന്നിട്ടുണ്ട്. കൊച്ചിൻ്റെ ഹാർട്ട് ബീറ്റും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി. പിന്നെ ഒരു അസിസ്റ്റൻറ്റ് ഡോക്ടർക്ക് വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയെടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഹാർട്ട് ബീറ്റും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി വന്നപ്പോൾ നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയതാണ്. ഡോക്ടർ ഇടയ്ക്ക് കോങ്ങണൊക്കെ ഇട്ട് നോക്കുന്നുണ്ട്. ഞാൻ അഡ്ജസ്റ്റ് ചെയ്തൊരു ക്ലിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇനി കാണിച്ചു തരാം. അപ്പോൾ അതേ നമുക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ നിന്ന് പേസ്റ്റും ബ്രഷും സോപ്പൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ കയ്യിൽ ക്ലിപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ കുത്തി വെച്ചിട്ടുണ്ട്. പിന്നെ കയ്യിൽ പടമൊക്കെ വരച്ച് വെച്ചിട്ട് പോയിട്ടുണ്ട്. അനസ്തേഷ്യ ആയിരുന്നതിന് അലർജി ഉണ്ടാകുന്ന അറിയാൻ വേണ്ടിയിട്ടുള്ള കുത്തിവെപ്പാണ്. പൗഡർ ആയിരിക്കും. പൗഡർ വന്നിട്ടുണ്ട്. ഷേവിങ് കിറ്റ് താടിയൊക്കെ ഓടിക്കാൻ. ഷാമ്പു ഇവരുടെ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ഷാമ്പു. അത്തർ. പിന്നെ ഹെയർ ഓയിൽ വൺ സെറ്റപ്പ് ആയിട്ടാ. ഇതിൻ്റെയൊക്കെ ബില്ല് പോകുമ്പോൾ കൊടുത്താൽ മതി. സോപ്പ്, ഹാൻഡ് വാഷ്, ടിഷ്യൂ, കർഷീഫ്. പിന്നെ എന്തൊക്കെയാണ്? സ്കെയിലുണ്ട്, പെൻസിലുണ്ട് പടം വരയ്ക്കാൻ. ഡെൻ്റൽ കിറ്റ്, ചീപ്പ്, വൺ സെറ്റപ്പ് ആട്ടാ. പുറത്തിച്ചിരി ജഡ്ജാക്ക് ഇച്ചിരി ലിപ്സ്റ്റിക്കും മറ്റേ ഇത് എന്താണ് പുട്ടിയൊക്കെ ഇടുന്ന കിട്ടിയിരുന്നെങ്കിൽ സെറ്റായിരുന്നു. ഇതൊക്കെ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടി. ഇതൊക്കെ നമ്മൾ വെറുതെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. കുഴപ്പമില്ല, വീട്ടിൽ ചെന്നിട്ടാണെങ്കിലും ഉപയോഗിക്കും.
അപ്പോൾ ഇനി അടുത്ത സെറ്റപ്പ് വരുമ്പോൾ കാണിക്കാം. ഒരിക്കലും ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ബേബി വരുമ്പോൾ ബേബീനെ മമ്മ ഒരുങ്ങിയിരിക്കുന്ന കാണണമെന്നാണ് പറയുന്നത്. ബേബി മമ്മാനെ ആദ്യമായിട്ട് കാണുമ്പം സുന്ദരി മമ്മയായിട്ടിരിക്കുന്ന സന്തൂർ മമ്മി. ഇതുപോലെ ഇപ്പോഴേ സാധനങ്ങളൊക്കെ സെറ്റാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി കാര്യപരിപാടികളൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു. ഇനി അടുത്ത രംഗം കാണിച്ചു തരാം. ഓക്കെ, അടുത്ത രീതിയിൽ കാണാം. ഞാനൊന്നും കൂടെ പറയാണ്, ചരട് കമ്മൽ ഇതൊക്കെ ഊരി മാറ്റണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാം കഴിഞ്ഞിട്ട് ഇനി കാണാം. മൈക്ക് എടുത്തിട്ടില്ല, ഇനി എന്താണെന്ന് അറിഞ്ഞൂടാ, അതുകൊണ്ടാണ് മൈക്ക് എടുക്കാത്ത. ഇവിടെ ഫോൺ അലൗഡാണോന്ന് അറിയത്തില്ല, അതുകൊണ്ടാണ്. അപ്പം നമുക്ക് ഇനി അടുത്ത ക്ലിപ്പ് ഞാൻ കാണിച്ചു തരാം. സൗണ്ട് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വോയിസ് സെറ്റ് ചെയ്തോളാം. ഓക്കെ, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ ഇപ്പോൾ റൂമിൽ. ഞാൻ ഒറ്റയ്ക്കാണുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മയും പിന്നെ ആർക്കും ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഷിയ മാത്രമേ എൻ്റെ കൂടെ നിൽക്കുന്നുള്ളൂ. ഉമ്മയും ദുആയൊക്കെ കൊണ്ട് വിടാൻ വേണ്ടിയിട്ട് ഷിയ പോയേക്കുവാണ്. അപ്പോൾ ചങ്ങനാശ്ശേരിയിലാണ് അവർ നിൽക്കുന്നത്. ചങ്ങനാശ്ശേരിയിലാണ് ഉമ്മയുടെ വീട്. അപ്പോൾ അവരവിടെ കൊണ്ടാക്കിയിട്ട് വരുവാണ്. എനിക്ക് വാച്ചൊക്കെ കിട്ടിയണം. ബോറടി കേട്ടോ, ഒരുപാട് ടെൻഷനും ഉണ്ട്, ഭയങ്കര ബോറടിയുമാണ്. പേടി വരുന്നു, നല്ല പേടിയുണ്ട്. നല്ല പേടി എന്ന് വെച്ചാൽ നല്ല ശരിക്കും പേടിയുണ്ട്, രക്ഷയില്ല. അപ്പം എന്തായാലും നാളെ ബേബി വരും എന്നുള്ളൊരു സന്തോഷവും ഉണ്ട് എൻ്റെ കൂട്ടത്തിൽ തന്നെ. അപ്പം വയ്യ, ഭയങ്കര ക്ഷീണം, തളർച്ച ഒക്കെയാണ്. അപ്പോൾ എന്തായാലും നാളെ എന്തായാലും ബേബി വരും എന്നുള്ളൊരു സന്തോഷത്തിലിങ്ങനെ ഇരിക്കുക. ഇതെന്തായാലും ഷിയ കുറച്ച് കഴിയുമ്പോൾ വരും. ഞാനിപ്പോൾ വിളിച്ചായിരുന്നു, അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ വരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഷിയ വന്നിട്ട് ഫുഡൊക്കെ വാങ്ങിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് വേണം ഫുഡ് കഴിക്കാൻ. ഇപ്പം മണി ഒരു ഏകദേശം ഒരു 9 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഷിയ വന്നിട്ട് കാണിക്കാം. അതെ, ഞാൻ പോയി ഫുഡൊക്കെ മേടിച്ചിട്ട് വന്നു. ചോറുണ്ട്, അതേപോലെ ചോറും പൊറോട്ടയും. ചോറും പൊറോട്ടയും, പിന്നെ അതേപോലെ തന്നെ കറിയുണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്, ചിക്കൻ വറുത്തത്. 12 മണിക്ക് ശേഷം ഒന്നും കഴിക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നേരത്തെ എന്നല്ല, 10-11 മണി. വിശന്നിട്ടൊരു രക്ഷയില്ല. ഞാൻ പുറത്ത് ഫുഡ് മേടിക്കാൻ പോയേക്കുമായിരുന്നു. അപ്പോൾ ചേച്ചി അവിടെ പോസ്റ്റായിരുന്നു, വിശന്നിരിക്കുമായിരുന്നു. അപ്പോൾ ഡോക്ടർമാർ ഒന്ന് തെറിയൊക്കെ പറഞ്ഞെന്ന് പറയുന്നു ഫുഡ് കഴിക്കാൻ താമസിച്ചതിന്. കൊച്ചു വിശന്നിരിക്കുകയാണ്, അതുകൊണ്ട് ഇച്ചിരി സീനാണ്. അപ്പം നമ്മൾ പെട്ടെന്ന് ഫുഡ് കഴിച്ചിട്ട് വരാം അല്ലേ, സമയമില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അതേ മുട്ട പൊരിച്ചുണ്ട്, ഓംപ്ലേറ്റ് ഉണ്ട്, ചോറ്, പൊറോട്ട, അതേ ചിക്കൻ ഫ്രൈ, എല്ലാം കൂടെ നമ്മൾ കഴിക്കാൻ പോകണം. രാത്രി ആയതുകൊണ്ട് അപ്പുറത്തൊക്കെ ആൾക്കാരുള്ളതുകൊണ്ട് നമുക്ക് ഒച്ചയായിട്ട് സംസാരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ കഴിച്ചിട്ട് വരാം, കഴിച്ചു. അപ്പോൾ ബൈ. അപ്പോൾ അത് രാത്രി 12 മണിയാണ്. വെച്ചാടെ ലാസ്റ്റ് ഫുഡ് അടി വെള്ളവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി 12 മണിക്ക് ശേഷം വെള്ളം കുടിക്കരുത്, ഫുഡും കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വെള്ളം കുടിക്കണം. ഒരു കുപ്പി വെള്ളം കുടിച്ചിട്ടുണ്ട്. ഫുഡൊക്കെ കഴിച്ചായിരുന്നു. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നേരത്തെ കാണിച്ചായിരുന്നു. സമയമില്ലാത്തതുകൊണ്ടാണ്, നമുക്ക് ഇച്ചിരി തിരക്കായി പോയതാണ്. ഭയങ്കര ടയേർഡുമാണ്. വീട്ടിൽ നിന്നും ധൃതി വെച്ച് വന്നത്. ഇവിടെ വന്നിട്ടും കുറച്ച് പോസ്റ്റൊക്കെ കിട്ടി. അവർക്കാണെങ്കിൽ തീരെ വയ്യ. കുറേ കുത്തിവെപ്പും കാര്യങ്ങളും, കയ്യിൽ റിബണൊക്കെ കൊണ്ടുവന്നിട്ട് പിന്നെ ഇവിടെ കുത്തിവെപ്പൊക്കെ എടുത്തിട്ട് പോയി. പിന്നെ കുറേ ബ്ലഡൊക്കെ എടുത്തുകൊണ്ടും പോയി. അപ്പോൾ ഇവിടെ ഞാൻ അത്യാവശ്യം നല്ല സെറ്റപ്പിലൊക്കെ കിടക്കുവാണ്. ലാസ്റ്റ് വെള്ളം ഖത്തമാവുകയാണ്. ഇനി വെള്ളം കുടിക്കാൻ പറ്റത്തില്ല, ഒന്നും കഴിക്കാനും പറ്റത്തില്ല. ഓപ്പറേഷൻ കഴിയുന്നത് വരെ ഇനി ഒരു പരിപാടി നടക്കത്തില്ല. ഇതൊക്കെയാണ് ഗർഭിണികളുടെ അവസ്ഥ. അപ്പം നമ്മൾ ഉറങ്ങാൻ പോവുകയാണ്. ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ക്ലിപ്പിൽ കാണിക്കാം. ഓക്കെ, ഇനി ടൈം പറയാനായിട്ട് ചിലപ്പോൾ നേഴ്സ് വരും, പറ്റുമെങ്കിൽ കാണിക്കാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അപ്പം വീഡിയോ എടുത്തോളാം. ഓക്കെ, ബൈ ബൈ. അപ്പോൾ ഇത്
രാത്രി 2 മണിയായിട്ടുണ്ട്. കിടന്നുറങ്ങുവാണ്. രാവിലെ കാണും. അപ്പോൾ അതുകൊണ്ട് കണ്ണൊക്കെ കണ്ട ചുമന്നിരിക്കുന്നത് കട്ടച്ചാരയാണ് കാണുന്നത്. ഞാനിവിടെ കാവലിരിക്കുകയാണ് ഗൈസ്. ഞാൻ ഉറങ്ങുന്നില്ല. ഞാൻ ഉറങ്ങാണ്ട് ഇങ്ങനെ ഇരിക്കും അവൾക്ക് കാവലായിട്ട്. ആരില്ലെങ്കിൽ എന്താ, ഞാനില്ലേ. അപ്പോൾ ഇത് ഡോക്ടർമാർ വന്നിട്ടുണ്ട്, അകത്തോട്ട് കയറിയിട്ടുണ്ട്. ഡോക്ടർമാരല്ല, നേഴ്സന്മാർ. എന്തോ മരുന്നൊക്കെ കൊടുക്കാൻ വേണ്ടി വന്നെയാണ്. ഡ്രസ്സൊക്കെ മാറി ഒരുങ്ങിക്കോളാൻ പറഞ്ഞു. സമയം 4:30. കണ്ടോ, ഞാനിവിടെ ഒറ്റക്കും. ആള് ബാത്റൂമിലൊക്കെ പോയിട്ടുണ്ട്. അവരുകൊണ്ട് അവരുടെ ഡ്രസ്സൊക്കെ കൊടുത്തിട്ട് പോയി. ഇതൊക്കെ ഇട്ട് ഒരുങ്ങി നിൽക്കാൻ പറ്റും. കണ്ടോ, ആള് ഓടുന്നുണ്ട് ബാത്റൂമിനകത്തോട്ട്. ഇവരെന്തോ മരുന്നൊക്കെ കൊടുത്തെന്ന് പറയുന്നത് കേട്ടു. പക്ഷെ എന്ത് പറയാനാണ്.